ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. നമ്മുടെ കേട്ടിട്ട് യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, എന്താണ് ആ പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തിക മാറ്റ നിയമനം കേട്ടിട്ട് പരിശോധന 27 മുതൽ. ഇവിടെ ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തിക മാറ്റ നിയമനം നടക്കുന്നുണ്ട്. അപ്പോൾ കേട്ടിട്ട് പരിശോധന അതിൻ്റെ ഭാഗമായിട്ട് 27-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാനുണ്ട്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ HSST ജൂനിയർ തസ്തിക മാറ്റ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം HSST ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ കേട്ടറ്റ് അല്ല, യോഗ്യതയായിട്ട് വരെ സെറ്റാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ കേട്ടറ്റിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ. 2020 ഡിസംബർ 29 മുതൽ 2025 ജൂൺ 1 വരെയുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിച്ച അധ്യാപകർക്കും ജീവനക്കാർക്കുമാണ് പരിശോധന ബാധകം. അതായത് നിലവിൽ ഹൈസ്കൂൾ അധ്യാപകരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അനധ്യാപകരായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്കറിയാം, ട്രാൻസ്ഫർ വഴി അല്ലെങ്കിൽ പ്രൊമോഷൻസ് വഴി എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തികയിലോട്ട് കടക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ആ ഒരു തസ്തിക മാറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേട്ടറ്റ് പരിശോധന നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അധ്യാപക തസ്തിക മാറ്റത്തിന് കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം സുപ്രീം കോടതി അവരിറക്കിയിട്ടുള്ള ഉത്തരവിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 27-28 തീയതികളിൽ രാവിലെ 10:30 മുതൽ തിരുവനന്തപുരം ജഗതിയിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെത്തി പരിശോധന നടത്തണം. മുൻപ് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ഹാജരായവരിൽ കേട്ടിട്ട് യോഗ്യത നേടിയവർ സർട്ടിഫിക്കറ്റുമായിട്ട് എത്തേണ്ടതുണ്ട്. ഇനി ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് മൂല്യനിർണ്ണയത്തിൻ്റെ ഒരു ഡ്യൂട്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്യൂട്ടിയിലുള്ള അധ്യാപകർക്ക് മെയ് 5-നാണ് കേട്ടറ്റ് പരിശോധന വെച്ചിട്ടുള്ളത്. ഇനി എന്താണ് യോഗ്യത ഇല്ലാത്തവരുടെ അവസ്ഥ? കേട്ടറ്റ് ഇല്ലാത്തവർക്കും സെപ്റ്റംബർ 1 മുതൽ 2 വർഷത്തിനകം യോഗ്യത നേടണമെന്ന നിബന്ധനയിൽ താൽക്കാലിക പ്രമോഷൻ അല്ലെങ്കിൽ തസ്തിക മാറ്റ നിയമനം അനുവദിക്കും. നിശ്ചിത സമയത്തിനകം എന്ത് നേടിയിട്ടുണ്ടായിരിക്കണം? യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. യോഗ്യത നേടാത്ത പക്ഷം അവർ പഴയ തസ്തികയിൽ തന്നെ എന്ത് ചെയ്യും? തിരിച്ച് പോകുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് പുതിയ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് അധ്യാപക തസ്തിക മാറ്റത്തിനും എന്താവശ്യമാണ്? കേട്ടറ്റ് യോഗ്യത നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? വിദ്യാഭ്യാസ വകുപ്പ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, എന്താണ്? ഹൈസ്കൂൾ അധ്യാപകർക്കും മറ്റ് അനധ്യാപക ജീവനക്കാർക്കും ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തികയിലേക്ക് പ്രമോഷൻ വഴിയോ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ വഴിയോ നിയമനം ലഭിക്കണമെങ്കിൽ കേട്ടറ്റ് നിർബന്ധമാണ്. ഇനി ഉയർന്ന യോഗ്യതയുള്ളവരുടെ കാര്യം എന്താണ് അല്ലെ? മുൻപ് നമുക്കറിയാം, സെറ്റ്, നെറ്റ്, MEd, PhD തുടങ്ങിയിട്ടുള്ള ഉയർന്ന യോഗ്യതയുള്ള ആളുകൾക്ക് കേട്ടറ്റ് ആവശ്യമായിട്ട് വന്നിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം, അതായത് 2026 ജനുവരിയിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉയർന്ന യോഗ്യതയുള്ളവരും, ഉയർന്ന യോഗ്യത എന്ന് പറയുന്നത് സെറ്റ്, നെറ്റ്, MEd, PhD ആണ് തുടങ്ങിയിട്ടുള്ള യോഗ്യതയുള്ളവരും എന്ത് ചെയ്യണം? ഇനി പ്രൊമോഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നിയമനത്തിന് വേണ്ടിയിട്ടും അവരെന്ത് പാസ്സാകണം? കേട്ടറ്റ് പാസ്സാകേണ്ടതുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു ഇളവ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. ആ ഇളവ് നമ്മൾ കൃത്യമായിട്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നിലവിൽ കേട്ടറ്റ് ഇല്ലാത്തവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? തസ്തിക മാറ്റ നിയമനം കൊടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം, ഉത്തരവ് വന്ന് 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കേട്ടറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ സെയിം കാര്യം തന്നെയാണ് സർക്കാരും പറയുന്നത്. 2 വർഷത്തിനുള്ളിൽ, അതായത് 2027 സെപ്റ്റംബർ 1-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? കേട്ടറ്റ് യോഗ്യത നേടുമെന്ന് സമ്മതപത്രം നൽകേണ്ടതുണ്ട്. ഇനി നിശ്ചിത സമയത്തിനകം യോഗ്യത നേടിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, പ്രമോഷൻ റദ്ദാക്കുകയും അവരെ പഴയ തസ്തികയിലേക്ക് തിരിച്ചു വിടുകയും ചെയ്യുന്നതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഹയർ സെക്കൻഡറി ജൂനിയർ തസ്തികയിലേക്ക് ബൈ ട്രാൻസ്ഫർ നിയമനത്തിന് അവിടെ എന്താവശ്യമാണ്? കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യത നിർബന്ധമാണ്. അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 3 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? HSST ജൂനിയർ ലെവലിലേക്കുള്ള ഒരു തസ്തിക മാറ്റ
നിയമനത്തിന് സാധ്യത വരുന്നത്. നിലവിൽ നമുക്കറിയാം സെറ്റാണ് നമ്മൾ പറഞ്ഞു യോഗ്യതയായിട്ട് വരുന്നത്. ഇവിടെ വരുന്നത് ബൈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ വഴി നമുക്ക് ആ ഒരു തസ്തികയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കേറ്ററ്റ് എന്ന് പറയുന്നത് നിർബന്ധിത യോഗ്യതയാണ്. നമുക്ക് എത്രയൊക്കെ ഉയർന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നമുക്ക് കേറ്ററ്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധിതമായിട്ടുള്ള യോഗ്യതയാക്കി മാറ്റിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടിട്ട് യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ യോഗ്യത നേടിയെടുക്കുക. നല്ല രീതിയിൽ പഠിച്ച് ഇനി വരാൻ പോകുന്ന കേട്ടിട്ട് തന്നെ മാക്സിമം നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ കേട്ടിട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസുമായിട്ട് ഇനി വരും വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു.